നികുതി വിഭജന വരുമാനത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ഇപ്പോൾ 32%. ഇത് 50% വർദ്ധിപ്പിക്കണമെന്നായിരുന്നു അഭിപ്രായ ഐക്യത്തോടെ എല്ലാ കക്ഷികളും യോഗത്തിൽ ആവശ്യപ്പെട്ടത്. യോഗം ബഹിഷ്കരിച്ചെങ്കിലും രേഖാമൂലം നൽകിയ നിർദ്ദേശങ്ങളിൽ CPIയും ഈ അഭിപ്രായം പങ്കുവച്ചു. ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ഏതായിരുന്നാലും ഇവിടെ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ അവരുടേതായ നിർദ്ദേശങ്ങളുമായിട്ട് വരണം. സംസ്ഥാനങ്ങൾ കൂടി വിഹിതം തരുന്ന ആ പൂള് അതിൻ്റെ വിഹിതം അതിൻ്റെ വലിപ്പം കൂട്ടണം. അത് വീതിക്കുമ്പോൾ ആ വീതിക്കുന്നതിൻ്റെ ശതമാനം കൂട്ടണം. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് ജനത, കേരള കോൺഗ്രസ് ജേക്കബ്, BJP എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പുനരധിവാസം, ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തുന്നവരുടെ ജോലിയുൾപ്പെടെയുള്ള ജീവിതമാർഗം, ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസം എന്നിവയ്ക്കായി കേന്ദ്രം പ്രത്യേക ധനസഹായം നൽകണമെന്നായിരുന്നു യോഗത്തിലെ പ്രധാന ആവശ്യം. ഇതിൽ പലതും ധനകാര്യ കമ്മീഷന് നൽകാൻ സംസ്ഥാന ധനവകുപ്പ് തയ്യാറാക്കിയ കരട് നിവേദനത്തിലുണ്ടെന്ന് മന്ത്രി KM മാണി പറഞ്ഞു. ഞങ്ങളതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് സ്വീകാര്യമായതൊക്കെ ഉൾപ്പെടുത്തിക്കൊള്ള മെമ്മറാണ്ടത്തിൽ ആ നിലയ്ക്ക് നല്ലൊരു മെമ്മറാണ്ടം നമുക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീരപ്രദേശത്തിന്റെ സംരക്ഷണം, തീരനിവാസികളുടെ ജീവിതമാർഗം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം എന്നിവ പ്രത്യേകം ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.